സജി നന്ദ്യാട് അവരുകളാണ് നമ്മുടെ ഈ സ്വിച്ച് ഓൺ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യം സജി നന്ദ്യാട് അവരുകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. പിന്നെ NCP സംസ്ഥാന സെക്രട്ടറിയും സംഘടനാ ചുമതലയുമുള്ള നമ്മുടെ KR രാജൻ അവരുകളാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നു. ഇപ്പം നമ്മുടെ കർഷക സഭയുടെ ഒരു മെമ്പർ കൂടെയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ NCPയുടെ ജനറൽ സെക്രട്ടറിയും ഹൗസിംഗ് ബോർഡ് മെമ്പറുമായ ശ്രീ സുഭാഷ് പുഞ്ചക്കോട്ടിൽ, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിനിമയുടെ ഒരു കഥ ഒരു നല്ല കഥയുടെ സംവിധായകൻ, പ്രസിദ്ധ സംവിധായകനും അതുകൂടാതെ എൻ്റെ സുഹൃത്തുമായ അദ്ദേഹത്തിന് പ്രസാദ് വാളാശ്ശേരി അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ നമ്മുടെ ഫിലിം കേഡർ സൊസൈറ്റി പ്രസിഡന്റ് ആറ്റിങ്ങൽ അജീനെ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രൊഡ്യൂസറും നടനുമായ ശ്രീ അശോക് കുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പടത്തിലെ ഗാനങ്ങൾ നിർവഹിച്ച 3 പേരുണ്ട്. അതിൽ അഖില ആനന്ദാണ് ഒരു മെഴുതിരിനാളം എന്നുള്ള സിനിമയിലെ പാട്ട് നല്ല മനോഹരമായിട്ട് പാടിയ അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചരിതനെ കൂട്ടുമ്പോൾ 2 പേര് ഒരുമിച്ചേ കൂട്ടാൻ പറ്റില്ല. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് അവിടെ അപ്പുറത്തിരിപ്പുണ്ട്. അതായത് നമ്മുടെ പാട്ടിന്റെ ഹൃദയം തുടിപ്പെന്ന് പറയുന്നത് രാജീവാണ്. എന്ന് പറഞ്ഞാൽ രാജീവിൻ്റെയാണ് മ്യൂസിക്. അതായത് പ്രണവം അത് സംഗീതം ചെയ്തുവെങ്കിലും അതിൻ്റെ ഓർക്കസ്ട്ര, ഫ്ലൂട്ട്, അങ്ങനെയുള്ള പല ഐറ്റങ്ങൾ ഇതിൽ ചേരുമ്പോഴാണ് മനോഹരമായ പാട്ടുണ്ടാകുന്നത്. ആ മനോഹരമായ പാട്ട് പാടിത്തന്ന സരിതയ്ക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വിജയിച്ചാൽ മാത്രമേ ഇതിനെപ്പോലെയുള്ള സംവിധായകർക്ക് ഭാവി ഉണ്ടാകുകയുള്ളൂ, ജീവിതമാർഗം ഉണ്ടാകുകയുള്ളൂ. വളരെയധികം ആളുകളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഒരു സിനിമ. ഈ സിനിമ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിന്റെ പേര് പോലെ ഒരു കഥ ഒരു നല്ല കഥ എന്നാണ് ഈ സിനിമയുടെ പേര്. ആ പേര് പോലെ തന്നെ ഈ സിനിമ നല്ലൊരു സിനിമയായി മലയാള സിനിമ ചരിത്രത്തിലേക്ക് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. ഇവിടെ ശ്രീ സജി നന്ദ്യാട് സൂചിപ്പിച്ചതുപോലെ എനിക്ക് ശ്രീ ബ്രൈറ്റിനെ വ്യക്തിപരമായി വളരെ അടുത്തറിയാവുന്നവരാണ്. ഞാൻ ഇന്നത്തെ ഇവിടെ ഈ യോഗത്തിലേക്ക് തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്നു. ഇന്നത്തെ യോഗത്തിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ പങ്കെടുക്കണം എന്ന് നിശ്ചയിച്ചത് സത്യത്തിൽ ശ്രീ ബ്രൈറ്റിന്റെ മുഖം, ആ തെളിവിലുള്ള ബ്രൈറ്റായി നിൽക്കുന്ന ആ മുഖം എന്റെ ഓർമ്മയിൽ വന്നതുകൊണ്ട് ഞാൻ ബ്രൈറ്റിനെ സത്യത്തിൽ യോഗത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു സിനിമ നിർമ്മിക്കണം എന്നുള്ള കലശലായ ആഗ്രഹത്തിന്റെ, തീവ്രമായ ആഗ്രഹത്തിന്റെ ഫലമാണ് ഈ ഒരു കഥ ഒരു നല്ല കഥ എന്ന സിനിമ യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ ചിത്രം 31-ാം തീയതി കേരളത്തിലെ തിയേറ്ററുകളിൽ കടന്നു വരികയാണ്. ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, താങ്കളുടെ ഒരു നല്ല കഥ നല്ല കഥ കേരളത്തിന്റെ ഒരു ഫാമിലി ചിത്രമായി ഹിറ്റായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. 2025 ഏറ്റവും നല്ലൊരു കുടുംബ ചിത്രമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സദസ്സ് കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ആ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സുഹൃത്താണ് ബ്രൈറ്റ്. അദ്ദേഹത്തിന്റെ തന്നെ കഥ ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിലെ കലാരംഗത്തുള്ളവർക്ക് വലിയ ഒരു സംഭാവന കൂടി ചെയ്യുക. തന്റെ ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. സാധാരണക്കാരായി നിന്നുകൊണ്ട് തന്റെ നിശ്ചയദാർഢ്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു ചിത്രം പൂർത്തീകരിച്ചു എന്നുള്ളത് എല്ലാ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന, പ്രതീക്ഷ അർപ്പിക്കുന്ന കലാകാരന്മാർ, നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾക്ക് ഒരു പ്രചോദനമാണ്. അദ്ദേഹത്തിന്റെ പടം നന്നായി കേരളത്തിലുടനീളം പ്രദർശിപ്പിക്കട്ടെ. ഇനിയും ചിത്രങ്ങൾ അദ്ദേഹം എടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിലെ പാട്ട് 4 വരി പാടാം. 4 വരി ഓർക്കുന്നുള്ളൂ. ഒരു
ഒരു കഥയതിസുഖദം ഒരു മെഴുതിരിയാ